സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ കിരൺ സെൻസൈ. സോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സീരീസ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ്. വേറൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ട്രേഞ്ചർ തിങ്സ് ആണ്. സോ സീരീസ് നേരെ കണ്ടിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ ഒരുപാട് മനസ്സിലാക്കാനുള്ളവരോ കൂടുതൽ മനസ്സിലാവാത്തവരോ ഉണ്ടെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണ് ഇത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നമ്മുടെ ടാർഗറ്റ് 1K ആണ്. സോ ലെറ്റ്സ് ബിഗിൻ ദ മൂവി എക്സ്പ്ലനേഷൻ. സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ഇത് 2016 ആ ടൈമിലാണ് റിലീസ് ആക്കിയത്. സോ ഈ സ്ട്രേഞ്ചർ തിങ്സ് ഫസ്റ്റ് എന്താണ് എന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ, ഈ 1980s ആ ടൈമിൽ ഹോക്കിങ്സിൽ നടക്കുന്ന ഒരു കഥയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതില് മെയിൻ ആയിട്ട് ഒരു 4 ബോയ് ക്യാരക്ടേഴ്സ് ഉണ്ട്, 4 പേര് ഫ്രണ്ട്സ് ഉണ്ട്. അവർ വെച്ചാൽ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എപ്പിസോഡ് 1 സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ കാണിക്കുന്നത് November 6, 1983 ഹോക്കിൻസ് ഇന്ത്യാന എന്ന് പറയുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. ഒരു ദിവസം രാത്രി ഹോക്കിൻസ് നാഷണൽ ലബോറട്ടറിയിൽ ഒരു അലാറം അടിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഒരു ഡോക്ടർ ഭയത്തോടെ ഓടി വന്ന് ഒരു ലിഫ്റ്റിനകത്ത് കയറുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. സോ അദ്ദേഹം എന്നിട്ട് ആ ഭയന്ന് കോറിഡോറിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം മേളിലോട്ട് നോക്കിയപ്പോൾ എന്തോ അദ്ദേഹത്തിന് പിടിച്ചുകൊണ്ട് പോയി. സോ അവിടെ വെച്ച് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സ്റ്റോറിയിലെ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ആയ മൈക്ക്, ലൂക്കസ്, വിൽ, ഡസ്റ്റിൻ. ഇവരെ 4 പേരെയും കാണിക്കുകയാണ്. ഇവർ 4 പേരും മൈക്കിന്റെ വീടിന്റെ ബേസ്മെന്റിലായിട്ട് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് എന്നൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗെയിമിന്റെ എന്താണ് ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു ഡെമോഗോർഗൺ എന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രാഗൺ, അങ്ങനെ സംതിങ് ഒരു ക്രിയേച്ചറിനെ ഇവരെല്ലാം കൂടെ ചെന്ന് ഡിഫീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതാണ് ഈ ഗെയിമിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇത്. ഓക്കെ, സോ ഡസ്റ്റിൻ, ലൂക്കസ് വില്ലിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പ്രൊട്ടക്ഷൻ സ്പെല്ല് പിന്നെ ഫയർ ബാൾ യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ വില്ല് പെട്ടെന്ന് കൺഫ്യൂഷനിൽ ഫയർ ബാൾ ചൂസ് ചെയ്യുകയാണ്. ഫയർ ബാൾ ചൂസ് ചെയ്ത് ഡൈസിൽ ഒരു ഇട്ടപ്പോൾ തന്നെ തറയെ വീണത്. സോ ആ സമയത്ത് തന്നെ മൈക്കിന്റെ അമ്മയായി കാരൻ വന്നിട്ട് സമയമായി കളിച്ചതൊക്കെ മതി, നാളെ സ്കൂളുള്ളതാണെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് മതിയാക്കാൻ പറയുകയാണ്. സോ അവരെല്ലാവരും കൂടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. പോകാതെ ഡസ്റ്റ് നേരെ കയറിയത് മൈക്കിന്റെ സിസ്റ്ററിന്റെ റൂമിലേക്കാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ പിസ കൊടുക്കാനാണ്. അവരുടെ പേര് നാൻസി എന്നാണ്. സോ നാൻസി ആ സമയത്ത് ബാർബറയുടെ കൂടെ ഫോൺ കോളിലായിരുന്നു. നാൻസിക്ക് വന്നത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. സോ പെട്ടെന്നൊന്നും പറയാതെ ഡോർ ക്ലോസ് ചെയ്യുകയാണ്. സോ അങ്ങനെ വില്യം, ഡസ്റ്റിൻ, ലൂക്കസും തിരിച്ചു പോകാൻ നേരത്ത് തന്നെ അവിടെ വെച്ച് എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. നാൻസി ആ സ്കൂളിലുള്ള ഒരു സ്റ്റീവ് ഹാരിങ്സൺ എന്ന ഒരു പയ്യനെ ഡേറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ജാട എന്നിങ്ങനെ പറയുകയാണ്. സോ അപ്പോഴാണ് മൈക്ക് പറയുന്നത് അങ്ങനെയൊന്നും അല്ല, അവൾ എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി ജാടയും ദേഷ്യപ്പെട്ട സ്വഭാവമാണെന്ന് പറയുകയാണ്. സോ അങ്ങനെ വില്ല് തിരിച്ചു പോകുന്നതിന് മുന്നേ മൈക്കിനോട് പറയുകയാണ്, ഡൈസിൽ 7 ആണ് വീണത്, ഡെമോഗോർഗൺ എന്നെ തോൽപ്പിച്ചു എന്ന് വില്ല് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് തന്നെ മൈക്കിന്റെ വീട്ടിലെ ലൈറ്റ് ഇങ്ങനെ ഫ്ലിക്കർ ആവുകയാണ്. ഇവർ 3 പേരും കൂടെ സൈക്കിളിൽ ഇങ്ങനെ അവരുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ വെച്ചിട്ട് ഡസ്റ്റിനും വില്ലും കൂടെ സൈക്കിൾ റേസ് ചെയ്യുകയാണ്. ആര് ജയിക്കുന്നു നോക്കാൻ വേണ്ടി റേസിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, വില്ല് ഫസ്റ്റ് കയറി പോയി, ഡസ്റ്റിൻ തളർന്ന് ടയർഡായിട്ട് അവിടെ നിൽക്കുകയാണ്. സോ വില്ല് പക്ഷേ നേരെ പോയത് ഹോക്കിൻസ് നാഷണൽ ലബോറട്ടറിയുടെ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നൊരു സ്ഥലമുണ്ട്. സോ ആ വഴി കൂടെ അങ്ങനെ ആരും പോകില്ല, പക്ഷെ അങ്ങോട്ടാണ് വില്ല് പോയത്. ആ വഴി കൂടെയാണ് വില്ല് പോയത്. ഓക്കെ, സോ ആ വഴി കൂടെ പോയപ്പോൾ തന്നെ പെട്ടെന്ന് സൈക്കിളിന്റെ ലൈറ്റ് ഫ്ലിക്കർ ആയിട്ട് കത്തുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല. ആ ഒരുമായി കൺഫ്യൂഷനോടെ നോക്കുകയാണ്. മനസ്സിൽ ചെറിയ പേടിയുണ്ട്. പെട്ടെന്ന് ഫ്രണ്ടിലാരും നിൽക്കുന്നത് കണ്ട് ഭയന്ന് വില്ല് സൈക്കിളിൽ നിന്ന് താഴെ വീഴുകയാണ്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, താഴെ വീണിട്ട് അവൻ നോക്കിയപ്പോൾ എന്തോ ഒരു വലിയൊരു ക്രിയേച്ചർ അവനെ നോക്കിക്കൊണ്ട് വരുന്നത് അവൻ കാണുന്നത്. ഇത് കണ്ട് അവൻ ഉണ്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി അവനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് വഴി അവൻ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഭയന്ന് വീട്ടിലെത്തിയതിനു ശേഷം അവൻ പെട്ടെന്ന് ആദ്യം വിളിച്ചത് തന്നെ അവന്റെ അമ്മയെയും ജോണ തന്നെയാണ്. സോ 2 പേരും അവിടെ കാണാനില്ല. എന്നിട്ട് അവൻ ഭയന്ന് ജനലിൽ കൂടെ എത്തി നോക്കിയപ്പോഴാണ് ആ ക്രീച്ചർ അവന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ പിന്നെ പോലീസിനോട്ട് ഫോൺ ചെയ്യുകയാണ്. പക്ഷെ പോലീസിന്റെ കോൾ നേരെ പോകുന്നതില്ല, റേഞ്ച് കട്ട് ആവുകയാണ്. സോ അങ്ങനെ വെളിയിലോട്ട് നോക്കിയപ്പോഴാണ് ലോക്ക് ചെയ്ത കഥ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകുന്നത് കാണുന്നത്. സോ വില്ല് നേരെ പോയത് ഗരാജിന്റെ അകത്തേക്കാണ്. വെളിയിലോട്ട് പോയിട്ട് ഗരാജിന്റെ അകത്തോട്ട് പോയിട്ട് അവരുടെ ഗണ്ണെടുത്ത് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി റീലോഡ് ചെയ്യുകയാണ്. അപ്പൊ വില്ല് ഗാരേജിൽ ഒളിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ എന്തോ ഉള്ളതായിട്ട് വില്ലിന് തോന്നുന്നത്. അങ്ങനെ വില്ല് പുറകിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് വില്ല് ഇങ്ങനെ ഭയന്നിരിക്കുകയാണ്. അവിടെ വെച്ച് കാണിക്കുന്നത് ലൈറ്റ് ഹൈ വോൾട്ടേജിൽ കത്തിയതിനു ശേഷം തിരിച്ച് നോർമൽ ആകുന്നതാണ്. അവിടെ വെച്ച് വില്ലിനെയും ആ ഒരു വിചിത്രമായ രൂപത്തെയും കാണാതാവുകയാണ്. അവിടെ വെച്ച് നേരെ കാണിക്കുന്നത് നമ്മുടെ ഹോപ്പറിന്റെ വീടാണ്. സോ ഹോപ്പറിന്റെ വീട്ടിലൊരു ന്യൂസ് ചാനലിലെ ഹോക്കിങ്സിന് ഇന്നലെ ആയിട്ട് ഫുൾ ആയിട്ട് കറണ്ട് പ്രോബ്ലം, ഇലക്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ ഹോപ്പർ അവിടെ വെച്ച് നല്ല ഉറക്കമാണ്. പെട്ടെന്ന് ഒരു പട്ടി കഴിക്കുന്ന സൗണ്ട് കേട്ടാണ് അവൻ ഉറക്കം കഴിക്കുന്നത് തന്നെ. ഉറക്കം കിട്ടുമ്പോൾ ടൈം നോക്കിയപ്പോൾ ടൈം ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ഉറക്കം എണീറ്റ് ഒന്നുമില്ല, സിഗരറ്റ് ഒക്കെ വലിച്ചങ്ങോട്ട് കണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല. എന്നിട്ട് സാധാരണ ചെയ്യും പോലെ ബ്രഷ് ചെയ്ത് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് പോവുകയാണ്. സോ അപ്പൊ അവിടെ വെച്ച് മനസ്സിലാക്കാം അദ്ദേഹം ഒരു പോലീസാണ്. ഓക്കെ, സോ പിന്നെ കാണിക്കുന്നത് വില്ലിന്റെ വീടാണ്. വില്ലിന്റെ വീട്ടില് ജോയ്സ് ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ജോൺ അതാണ് അവിടെ വെച്ച് ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ വെച്ച് ജോയ്സ് വില്ല് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ വില്ലിന്റെ റൂമില് വില്ലിനെ കാണുന്നില്ല. അങ്ങനെ അവര് ജോണത്തിനോട് ചോദിക്കുകയാണ്, ഇന്നലെ വില്ലിനെ കണ്ടായിരുന്നു. അപ്പൊ ജോണത്തൻ പറയുന്നത് മൈക്കിന്റെ വീട്ടിലാണ് പോയത്, പിന്നെ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ജോയ്സ് മൈക്കിന്റെ വീട്ടിലോട്ട് കോൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് കാരൻ പറയുന്നത്, വില്ലി ഇന്നലെ രാത്രി തന്നെ പുറപ്പെട്ടതാണല്ലോ, വന്നിട്ടില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവർ പറയുന്നത് ചിലപ്പോൾ നേരത്തെ സ്കൂളിൽ പോയി കാണുമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. എന്നാലും അവർക്ക് വേണ്ടി ടെൻഷൻ
ഇപ്പോഴും ഉണ്ട്. സോ അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മൈക്കും ലൂക്കസും ഡസ്റ്റിനും എല്ലാം ഹോക്കിൻസ് മിഡിൽ സ്കൂളിൽ വരുന്നതാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും പറയുന്നത് മില്ലിനെ ഇവിടെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് അവിടെ വെച്ച് കൂടെ പഠിക്കുന്ന 2 കുട്ടികളിൽ ഇവർ രണ്ടുപേരും ചുമ്മായിട്ട് കളിയാക്കുന്നത്. ഈ ഡസ്റ്റിന് ഫ്രണ്ട് പോർഷനിലായിട്ട് 4 പല്ലില്ല. സോ അത് വെച്ച് ഇവന്മാർ കളിയാക്കുകയാണ്, ടൂത്ത്ലെസ് എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുകയാണ്. അവിടെ വെച്ച് നേരെ കാണിക്കുന്നത് അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന നമ്മുടെ നാൻസിയും ബാർബറയും ആരെ കുറിച്ച് സംസാരിക്കുന്നത്, സ്റ്റീവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ വെച്ചാണ് നാൻസിയുടെ ലോക്കറിൽ കാണുന്നത് സ്റ്റീവ് ബാത്റൂമിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന്. ഓക്കെ, സോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. സ്റ്റീവ് പറഞ്ഞതുപോലെ നാൻസി അങ്ങോട്ടേക്ക് സ്റ്റീവിനെ കാണാൻ പോയിട്ട് അവിടെ വെച്ച് കുറച്ച് കാര്യം സംസാരിച്ചിട്ട് പിന്നെ രണ്ടുപേരും അറിയാലോ കിസ്സൊക്കെ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് നാൻസി പറയുകയാണ് 8 മണിക്ക് നമുക്കിന്ന് മീറ്റ് ചെയ്യാം, രാത്രി പഠിക്കാനുള്ളതാണ്. പഠിക്കാൻ തന്നെ. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹോപ്പറിനെയാണ്. ഹോപ്പർ കഴിഞ്ഞ ദിവസം കുടിച്ചതിന്റെ ഹാങ് ഓവറിൽ സ്റ്റേഷനിലോട്ട് തിരിച്ചു വരികയാണ്. അവിടെയുള്ള എല്ലാവരും ചോദിക്കുന്നത് ഡെയിലി മോർണിംഗ് ഈ കുടിച്ചോണ്ട് ഇനി വരുവുള്ള ഒരു ദിവസം പോലും നോർമലായിട്ട് കുടിക്കാതെ വരോട് ചോദിക്കുകയാണ്. ജോയ്സ് വില്ലിനെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് കൊടുത്തു എന്ന് ഫ്ലോ പറയുകയാണ്. പക്ഷെ ഹോപ്പർ അതിനെ മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതെ റൂമിലോട്ട് കയറിയപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ജോയ്സോടെ ഉള്ള കാര്യം. ഹോപ്പർ അങ്ങനെ കംപ്ലൈന്റ് ഒക്കെ ഫയൽ ചെയ്യുന്നത്. അപ്പൊ ജോയ്സ് ഇങ്ങനെ ഇത്ര ടൈം ആയിട്ട് വില്ലിനെ കാണാനില്ല എന്നൊരു ഭയങ്കര ടെൻഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹോപ്പർ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കൊച്ചു കുട്ടിയായി ചിലപ്പോൾ കളിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് ജോയ്സ് പറയുന്നത് അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, അവൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനാണെന്ന് പറയുകയാണ്. ചിലപ്പോൾ അവന്റെ അച്ഛന്റെ കൂടെ കാണുമെങ്കിലോ എന്ന് ഹോപ്പർ പറയുകയാണ്. ഹോപ്പർ പിന്നെ വീണ്ടും പറയുകയാണ് 4 വർഷത്തിൽ ഇവിടെ ഒരു വലിയൊരു ക്രൈം നടന്നിട്ടില്ല. എന്നാലും ആ ടെൻഷനിൽ കൂടെ ജോയ്സ് പറയുകയാണ് എന്തായാലും ശരിയാ, അവനൊന്നും കണ്ടുപിടിച്ച് താ എന്ന് ജോയിൻസോ ഹോപ്പറിനോട് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് വീണ്ടും കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹോക്കിൻസ് ലബോറട്ടറി ലാബാണ്. സോ അവിടെ എല്ലാവരും ബിൽഡിംഗ് വേക്കൻസി ആക്കിയിട്ട് അവിടെ വെച്ചുള്ള കൊലപാതകത്തില് സോ അവിടെ ഫുൾ ക്വാറന്റൈൻ ആക്കുകയാണ്. ബ്രേണറും പിന്നെ അവരുടെ കൂടെയുള്ള കുറച്ച് സയന്റിസ്റ്റുകളും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഗണ്ണൊക്കെ എടുത്തുകൊണ്ട് ഡോക്ടറിനെ എങ്ങോട്ടാണോ ആ ക്രിയേച്ചർ തൂക്കിക്കൊണ്ടുപോയത് അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ അവിടെ വെച്ചാണ് കാണിക്കുന്നത് ആ ചുമരിലായിട്ടൊരു വലിയൊരു ഓട്ട, ഒരു വലിയൊരു കുഴി, ഒരു ഓട്ട, ഒരു ഗുഹയാണ്, ഒരു ഹോള്. ഓക്കെ, ആ വാള് തന്നെ എന്തോ ഒരു ഇൻഫെക്ട് ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. ആ ഇൻഫെക്ട് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരു ബ്രീത്തിങ് സെൻസേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായത്? സോ ആ ഇൻഫെക്ട് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരു ബ്രീത്തിങ് സെൻസേഷൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേണർ അങ്ങനെ ചോദിക്കുകയാണ് ഇവിടെ നിന്നാണ് അത് വന്നത്. അപ്പോൾ അവിടെയുള്ള സയന്റിസ്റ്റ് എല്ലാവരും പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്തായാലും ഒരുപാട് ദൂരം പോയി കാണില്ല എന്ന് ബ്രേണർ പറയുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായ കൊച്ചു കുട്ടിയെ കാണിക്കുന്നത്. ചെരുപ്പൊന്നുമില്ലാതെ ഹോസ്പിറ്റൽ ഗൗൺ ഇട്ടുകൊണ്ട് തല ഫുള്ള് ഷേവ് ഒക്കെ ചെയ്തിട്ട് അവൾ നേരെ വന്നത് ബെന്നി ബർഗേഴ്സിലാണ്. സോ അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, വിശന്നിരിക്കുകയാണ് ആ കുട്ടി. എന്നിട്ട് ബെന്നി കാണാതെ അവിടെ നിന്നുള്ള ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെന്നി കണ്ടതും ആ ഫുഡ് എടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടുകയാണ്. എന്നാലും ബെന്നി പിടിച്ചോളാം. സോ അവിടെ നിന്ന് നമ്മൾ നേരെ കാണിക്കുന്നത് സ്കൂളിലെ മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ് ഈ 3 പേരും ടീച്ചേഴ്സ് കോട്ട് മൂല്യം പവർഫുൾ ആയിട്ടുള്ള ഒരു റേഡിയോ ഈ ക്ലബിൽ വന്നിട്ടുണ്ട് എന്നത് അറിയുകയാണ്. ഇത് കേട്ട് 3 പേർക്കും ഭയങ്കര സന്തോഷമായി. അതൊക്കെ ഞങ്ങൾക്ക് ചെക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഹോപ്പർ കയറി വരികയാണ്. എന്നിട്ട് ഈ 3 പേരെ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണ്. കാരണം നമ്മുടെ മില്ല് കാണാതായില്ലേ, അതുകൊണ്ട് മെർക്കോട്ട് എന്നൊരു റോഡിൽ കൂടെയാണ് ആ മില്ലെന്ന് വീട്ടിൽ പോകുന്നതെന്ന് അവർ 3 പേരും പറയുന്നു. അത് ഏത് റോഡെന്ന് ഹോപ്പർ ചോദിക്കുകയാണ്. അപ്പോൾ അത് പറയുന്നത് അത് ഒരു കോമിക്സിലുള്ള പേരാണ്, പക്ഷേ ഒറിജിനൽ ആയിട്ടുള്ള റോഡാണ്, പക്ഷെ നമ്മൾ ഇട്ട പേരാണ് എന്ന് പറയുകയാണ്. സോ നമ്മൾ വില്ലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വരാം എന്ന് പറയുകയാണ്. സോ ഹോപ്പർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയാൽ മതി, നിങ്ങൾ അതിനൊന്നും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ഇറങ്ങണ്ട എന്ന് പറയുകയാണ്. വില്ലാണെങ്കിൽ കാസ്റ്റൽ ബയേഴ്സ് എന്ന് അവൻ കളിക്കാൻ വേണ്ടി ഒരു വുഡ്സ് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റൂം കണക്ക് അവ എപ്പോഴും അവിടെയാണ് കാണപ്പെടുന്നത്. സോ ഇതെല്ലാം ഇപ്പൊ കാണിക്കുന്നത് പാസ്റ്റുള്ള കാര്യമാണ്. ബിക്കോസ് അവിടെ ഫുള്ള് ജോണതനും ജോയ്സും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് വിളിച്ച് അവൻ ഇനി അവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് നോക്കുകയാണ്. സോ അവിടെ വെച്ചൊരു ഓർമ്മ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നമുക്ക്, ആർക്ക്, ജോയ്സിനും ജോണതനും. ഓക്കെ, സോ അങ്ങനെ ബെന്നി ആ കൊച്ചുകുട്ടിക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് ഡ്രസ്സും കൊടുത്തിട്ട് നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവൾക്ക് അത് പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവളുടെ കയ്യിലോട്ട് നോക്കിയപ്പോൾ 011 എന്ന് ടാറ്റു കാണുന്നത്. അതെന്താണെന്ന് ചോദിക്കുകയാണ് അവൾ അവനോട്. പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ആഹാരം കിട്ടില്ല എന്ന് അവൻ പറയുകയാണ്. സോ എന്റെ പേര് 11 ആണെന്ന് ആ കുട്ടി പറയുകയാണ്. അപ്പോൾ തന്നെ ബെന്നി സോഷ്യൽ സർവീസിലോട്ട് കോൾ ചെയ്തിട്ട് 11നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബെന്നി പറയുകയാണ്. സോ അപ്പോഴാണ് 11 ഒരുമാതിരി ഡിസ്ട്രാക്ഷൻ ആകുന്നത് പോലെ ഒരു ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സൗണ്ട് 11 അത്ര ഇഷ്ടപ്പെടുന്നില്ല. സോ ആ ഫാനിനെ ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോൾ തന്നെ ആ ഫാന് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവുകയാണ്. സോ അങ്ങനെ ഹോപ്പറും മറ്റു പോലീസുകാരും വില്ലിനെ തേടിയിട്ട് മൈക്ക് പറഞ്ഞ ആ റോഡിൽ കൂടെ പോവുകയാണ്. അപ്പോഴാണ് അവിടെ വില്ലിന്റെ സൈക്കിൾ കണ്ടിട്ടുള്ളത്. അപ്പോഴാണ് ഹോക്കിൻസിന്റെ ലാബിലായിട്ട് അവിടെയുള്ള എല്ലാ ഫോൺ കോൾസും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത്. അവസാനം ജോയ്സ് ലോണിന്റെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയാൻ നോക്കിയപ്പോൾ തന്നെ ഫോൺ എടുക്കുന്നത് ലോണിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. സോ അത് കേട്ട് ദേഷ്യപ്പെട്ട് അവൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ്. ജോയ്സ് ഭയങ്കര ടെൻഷനിൽ
അടിക്കുകയാണ്. ജോണതൻ പറയുന്നത് ഇത് ടെൻഷൻ അടിക്കട്ടെ, സമാധാനം ഇരിക്കാനൊക്കെ പറയുകയാണ്. ഇങ്ങനെ വോയിസ് മെയിൽ ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് വില്ല് കാണാതായിട്ട് കാര്യം പറയുന്നത്. അപ്പോഴാണ് ഹോപ്പർ അങ്ങോട്ടേക്ക് വില്ലിന്റെ സൈക്കിളുമായിട്ട് വരുന്നത്. ഇത് ജോയ്സ് ജോണതൻ കാണുന്നുണ്ട്. അവൻ വീട്ടിൽ എന്തായാലും വന്ന് കാണുമെന്ന് ഹോപ്പർ വീട്ടിലൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് ഹോപ്പർ ഈ ചുമരിലായിട്ട് ഇങ്ങനെ ഒരു അടി കിട്ടിയ ഒരു പാട് കാണുന്നത്. അതെല്ലാം സെർച്ച് ചെയ്തിട്ട് നേരെ നോക്കിയപ്പോൾ അവരുടെ വളർത്തതായ നേരെ ഗാരേജിലോട്ട് നോക്കിയിട്ട് കുറയ്ക്കുന്നത് കാണിക്കുന്നത്. സോ ഹോപ്പർ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയപ്പോൾ സ്വിച്ച് ഇടാതെ ലൈറ്റ് തനിയെ ഓൺ ആവുകയാണ്. വില്ല് എവിടെ വെച്ചാണോ ആ കണ്ടെടുത്തത് അവിടെ തൊട്ടപ്പോൾ തന്നെ ലൈറ്റ് തനിയെ ഓഫ് ആവുകയാണ്. ടോർച്ച് എടുത്ത് ഇങ്ങനെ ഹോപ്പർ ചെക്ക് ചെയ്തിരുന്നപ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഓൺ ആയി. ഇപ്പോൾ തന്നെ കോളർ അങ്ങോട്ട് വരികയാണ്. സോ അപ്പോൾ ഹോപ്പർ ഇവിടെ എന്തോ സസ്പീഷ്യസ് ആയിട്ടുണ്ട്, പക്ഷെ അത് പുറത്ത് പറയുന്നില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് സെർച്ച് വാറണ്ടൊക്കെ കറക്റ്റായിട്ട് റെഡിയാക്കാൻ വേണ്ടി കാളിനോട് പറയുകയാണ്. അവിടെ വെച്ച് അടുത്തായിട്ട് കാണിക്കുന്നത് മൈക്ക് തന്റെ അമ്മയുടെ അടുത്ത് വില്ലിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കണം എന്ന് പറഞ്ഞ് വഴക്ക് കൊടുക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നാൻസി അവിടെ വെച്ചൊരു കാര്യം പറയുന്നത്. ബാർബയുടെ കൂടെ ഞാൻ ഒരു നൈറ്റ് സ്റ്റഡിക്ക് വേണ്ടി പോവുകയാണെന്ന് പറയുന്നത്. എന്തിനാണ് പോകുന്നത്? സ്റ്റീവിനെ കാണാൻ വേണ്ടി. അവസാനം മൈക്കിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മൈക്ക് തന്നെ പറയുകയാണ് സ്റ്റീവിനെ കുറിച്ചുള്ള കാര്യം ആളുടെ അച്ഛനെടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ വെച്ച് ടെഡി ഒന്നും സംസാരിക്കാതെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട കാരൻ നന്നായിട്ട് കഴിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ജയിച്ചു പോവുകയാണ്. സോ അവിടെ നിന്ന് നേരെ കാണിക്കുന്നത് വുഡ്സിലാണ്. വുഡ്സിൽ എല്ലാവരും ഹോപ്പറും എല്ലാവരും ഉണ്ട് വില്ലിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വില്ലിന്റെ ടീച്ചർ സ്കോട്ട് ഹോപ്പറിന്റെ അടുത്ത് പറയുന്നത് വില്ല് നല്ല കുട്ടിയാണ്. അപ്പൊ തന്നെ ഹോപ്പർ തന്റെ മോളായിട്ടുള്ള സാറെ കുറിച്ചൊക്കെ പറയുന്നത് തന്റെ മോള് അമ്മയുടെ കൂടെ സിറ്റിയിലാണ് ഉള്ളത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പൊ വേറൊരു ലേഡി പറയുകയാണ് എന്റെ മോള് കുറച്ച് വർഷം മുന്നേ മരിച്ചു. സ്കോട്ടിന്റെ അടുത്ത് പറയുകയാണ്. സോ അവിടെ വെച്ച് അടുത്തതായിട്ട് കളിക്കുന്നത് മൈക്കിന്റെ വീട് തന്നെയാണ്. സോ മൈക്ക് അവിടെ ഇരുന്നിട്ട് വാക്കി ടാക്കിലൂടെ ലൂക്കസിന് കോൾ ചെയ്യുകയാണ്. കഴിഞ്ഞ കളിയിൽ ഗെയിമില് കറക്റ്റ് ആയിട്ട് കളിക്കാതെ അവൻ ഫയർ ബോൾ ആണ് ചൂസ് ചെയ്തതെന്ന് ലൂക്കസിന്റെ അടുത്ത് മൈക്ക് പറയുകയാണ്. സോ അവൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ലൂക്കസ് മൈക്കിനെ മീറ്റ് ചെയ്യാൻ വരികയാണ്. സോ മൈക്ക് അങ്ങനെ ബാഗ് എല്ലാം പാക്ക് ആയിട്ട് വീട്ടിലാരും അറിയാതെ പോവുകയാണ്. അപ്പോഴാണ് നാൻസിയുടെ ജനലിൽ കൂടെ സ്റ്റീവ് ഇങ്ങനെ കയറുന്നത് കാണുന്നത്. അവ ഒന്നും മിണ്ടാതെ വീണ്ടും വന്നു പറഞ്ഞ് ആ ഒരു ഇതിൽ മറ്റില്ലെങ്കിൽ തിരിച്ചു പോവുകയാണ്. ബെന്നി എങ്ങനെയെങ്കിലും ലെവനെ സന്തോഷിപ്പിക്കാനായി ലെവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോഴാണ് ആരോ ഡോറിൽ ഒന്ന് തട്ടുന്നതായിട്ട് സൗണ്ട് കേൾക്കുന്നത്. അവിടെ വെച്ച് ലെവൻ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. സോ അത് കേട്ട ബെന്നി ഇങ്ങനെ ഡോർ തുറന്നപ്പോഴാണ് കാർലി എന്ന് പറഞ്ഞ ഒരാള് സോഷ്യൽ സർവീസിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത്. സോ അങ്ങനെ ബെന്നി സംസാരിച്ചിട്ട് തിരിഞ്ഞപ്പോഴാണ് അവർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നത് ബെന്നി. ലെവൻ അങ്ങനെ അത് കണ്ട് ഭയന്ന് അവിടെ നിന്ന് ഓടുകയാണ്. ലെവൻ ഓടിയ വഴിയിൽ മുൻപിലായിട്ട് രണ്ടുപേര് ഗണ്ണുമായിട്ട് വരുന്നത്. സോ അവിടുന്ന് ബേണർ ഫ്രണ്ട് ഡോർ വഴി വരികയാണ്. അപ്പോഴാണ് എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോൾ ലെവനെ തടഞ്ഞ ആ രണ്ടുപേര് മരിച്ചു കിടക്കുന്നത് കാണുന്നു. ലെവൻ രക്ഷപ്പെട്ട് ഓടുകയാണ്. അങ്ങനെ മൈക്കും ഡസ്റ്റിനും ലൂക്കസും വില്ലിനെ കാണാതെ സ്ഥലത്ത് വരികയാണ്. അവിടെ മൈക്കും ലൂക്കസും ഇങ്ങനെ വുഡ്സിന്റെ അകത്ത് പോകുകയാണ്. പക്ഷേ ഡസ്റ്റിൻ അത് കണ്ടപ്പോൾ പേടി. സോ തിരിച്ചു പോകാന്ന് പറഞ്ഞവർ കേൾക്കാതെ കയറി പോവുകയാണ്. അങ്ങനെ ഡസ്റ്റിനും കൂടെ പോവുകയാണ്. പേടിച്ചാണെങ്കിലും കൂടെ പോവുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ നാൻസിയെയും സ്റ്റീവനെയാണ് കാണിക്കുന്നത്. സ്റ്റീവ് നാൻസിയുടെ അടുത്ത് പഠിച്ചുകൊണ്ട് നിന്ന സമയത്ത് ക്ലോസ് ആവും നോക്കുകയാണ്. ഓക്കെ, പക്ഷേ നാൻസിക്ക് പഠിച്ചാലേ പറ്റുള്ളൂ. സോ നാൻസി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി എന്ന് പറയുകയാണ് നമ്മുടെ സ്റ്റീവ്. അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ വില്ലിന്റെ വീടാണ്. വില്ലിന്റെ വീട്ടിൽ ജോണതനും ജോയ്സും കൂടെ പഴയ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ട് ഫീൽ ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ അവനെ പൊട്ടിട്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ജോണതൻ കരയുകയാണ്. ജോയ്സ് അങ്ങനെ അവനെ സമാധാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു കോള് വരുന്നു. ജോയ്സ് അത് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോഴാണ് ആരോ ബ്രീത്ത് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്, ശ്വാസം വിടുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോഴേ തന്നെ മനസ്സിലായി അത് വില്ലാണെന്ന്. അങ്ങനെ ജോയ്സ് വില്ലെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴെന്തോ ക്രിയേച്ചർ ഇങ്ങനെ വിളിക്കുന്നത് പോലെ ശബ്ദം കേൾക്കും. ജോയ്സിന്റെ പയ്യനെ വീട് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് അലറി വിളിക്കുകയാണ്. അപ്പൊ തന്നെ ഫോണിൽ നിന്ന് ഷോക്ക് അടിച്ച് ഫോൺ തറയിടുകയാണ്. ജോണത് എന്ത് പറ്റി അമ്മ, എന്താ ഇങ്ങനെ കരയുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ജോയ്സ് പറയുന്നത് ഫോൺ കോളിൽ ബില്ലാണ് വന്നതെന്ന് ജോയ്സ് പറയുകയാണ്. സോ അവിടെ നിന്ന് നേരെ പിന്നെ കാണിക്കുന്നത് വുഡ്സിലാണ്. വുഡ്സിൽ ഡസ്റ്റിൻ തിരിച്ചു പോകാൻ രണ്ടുപേരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ എന്തോ ശബ്ദം കേട്ടിട്ട് 3 പേരും ടോർച്ച് അടിച്ചപ്പോഴാണ് നമ്മുടെ ലെവൻ മുമ്പിൽ പ്രത്യക്ഷമാകുന്നത് അവരുടെ മുന്നിൽ. സോ ഇത് വെച്ച് എപ്പിസോഡ് 1 കഴിക്കുകയാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.